ഹായ് ഗായ്സ്, ഒരു സ്കിൻ വൈറ്റനിങ് ലിക്വിഡ് ജെല്ലിൻ്റെ റെമഡി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്ത് തരുക മാത്രമല്ല, നമ്മുടെ ഫേസിലുണ്ടാവുന്ന ചുളിവുകൾ, പാടുകൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആക്കിയിട്ട് നമ്മുടെ ഫേസ് നല്ല രീതിക്ക് ബ്രൈറ്റൻ ആൻഡ് ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാൻ കൂടി വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള ലിക്വിഡ് ജെല്ലാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ കിട്ടുന്ന കാര്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ് വളരെ ഈസി ആയിട്ട് നമ്മളിത് മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ തന്നെ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് നോക്കുക. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ അലർജി ഉള്ളവർ ദയവ് ചെയ്ത് ഇത് ഞാൻ വീഡിയോ ചെയ്ത് നല്ല സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആകുമെന്നും പറഞ്ഞിട്ട് ആരും ട്രൈ ചെയ്ത് നോക്കരുത്. നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്ന ഇൻഗ്രീഡിയൻസ് സൂട്ട് ആണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ചേരാണ്ട് നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കാനുള്ള പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതിൽ പറയുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ ഫേസിലേക്ക് ആദ്യം സെറ്റാണോ എന്ന് നോക്കുക. അതിനുശേഷം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് നമ്മുടെ ആലുവേറയാണ്, നമ്മുടെ കറ്റാർവാഴയാണ്. സാധാരണ നമ്മൾ സ്റ്റോർ ബോട്ടിലായിട്ടുള്ള ആലുവേറ ജെൽ ഉപയോഗിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മൾ മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വീട്ടുവളപ്പിലുണ്ടായിട്ടുള്ള കറ്റാർവാഴ ഉപയോഗിച്ചിട്ടുള്ള റെമഡീസ് എന്തെങ്കിലും പറയാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിക്ക് ഒരു മെത്തേഡിൽ കാണിച്ചു തരുന്നത് കേട്ടോ. ഇനി പക്ഷേ നിങ്ങൾക്ക് കറ്റാർവാഴ ഇതുപോലത്തെ കിട്ടാനില്ല, ഞങ്ങളുടെ കയ്യിൽ സ്റ്റോർ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്റ്റോർ ബോട്ടിൽ ആലുവേറ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സാധാരണ ആലുവേറ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്കാണിത് കോമൺ ആയിട്ട് കഴുകാതെ ഇരിക്കുക കേട്ടോ. മിക്ക ആൾക്കാരും ഇത് പറിച്ച പാടെ ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ കുത്തിച്ചാരി വെച്ച് അതിൻ്റെ കറ കളഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒരു പോഷൻ കൊടുത്ത് അതങ്ങ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണ് പതിവ്. പക്ഷേ അത് മിക്ക ആൾക്കാർക്കും അലർജി ഉണ്ടാക്കും, അത് ഇച്ചിങ് ഉണ്ടാക്കും, ഭയങ്കരമായിട്ട് ഇങ്ങനെ അവിടെ റെഡിഷ് ആവും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം കറ്റാർവാഴ നല്ല രീതിക്ക് കഴുകി അതിൻ്റെ വഴുവഴുപ്പ് കംപ്ലീറ്റ് ആയിട്ടും കളയണം. ഞാൻ ജെല്ലെടുക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യാറ് കേട്ടോ. കംപ്ലീറ്റും വഴുവഴുപ്പ് കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ ഒരു ജെല്ല് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വീഡിയോയുടെ സൈഡ് ഞാൻ കാണിക്കാം. കറ്റാർവാഴ ഇതുപോലെ ഞാൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കട്ട് ചെയ്തിട്ടാണ് എടുക്കാറ് കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചീർപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതങ്ങ് നന്നായിട്ടിങ്ങനെ എന്താ പറയുക ചുരണ്ടി കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ടിക്ടോക്കിനകത്തൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇതുപോലെ നമ്മൾ കറ്റാർവാഴയൊക്കെ എടുത്തിട്ട് അതിനകത്ത് അവരോട് എന്തോ ഒരു ടാബ്ലറ്റും കൂടി ഇട്ടിട്ട്, അതായത് അതിൻ്റെ ആ ഒരു സ്റ്റിക്കി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം ടാബ്ലറ്റോ അതോ ഷാമ്പൂ എന്താണെന്ന് അറിയുന്നില്ല, എന്തോ ഒരു സംഭവം കൂടി ആഡ് ചെയ്തിട്ട് ടിക്ടോക്കിനകത്ത് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇതുപോലത്തെ കറ്റാർവാഴ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഫേസിലൊരു മാസ്ക് പോലെ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ആ രീതിക്ക് നമ്മളിത് ചീർപ്പ് ഉപയോഗിച്ചിട്ടാണ് അതങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും എടുക്കുന്നത്. അപ്പോൾ വലിയൊരു മാക്സിമം നിങ്ങൾ കറ്റാർവാഴ വീട്ടുവളപ്പിലുണ്ടായിട്ടുള്ള കറ്റാർവാഴ എടുക്കുന്ന സമയത്ത് നല്ല രീതിക്ക് മൂത്ത കറ്റാർവാഴ ഉണ്ടെങ്കിൽ എടുക്കാനായിട്ട് നോക്കട്ടെ. പിഞ്ചിനേക്കാളും റിസൾട്ട് നമുക്ക് മൂത്ത കറ്റാർവാഴയ്ക്കകത്താണ്. അതുപോലെ തന്നെ ധാരാളം നമുക്ക് ജെല്ലും കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മൂത്ത കറ്റാർവാഴ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് അല്ല, എനിക്ക് വേണ്ട രീതിക്കുള്ള ആ ഒരു ജെല്ല് ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ടിക്ടോക്കിൽ കാണുന്ന രീതിക്ക് നമുക്ക് ആ ഒരു മാസ്ക് ടൈപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ആലുവേറ ജെല്ല്. കാരണം നമ്മൾ ആ ഒരു ചീർപ്പ് ഉപയോഗിച്ചിട്ടാണ് അതങ്ങനെ എടുത്തിരിക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈപ്പിൽ കിട്ടില്ല. നമ്മൾ ചീർപ്പ് ഉപയോഗിച്ചിട്ട് അത് അത്രയും നല്ല എന്താ പറയുക ചുരണ്ടിയിട്ട് എടുത്തുകൊണ്ടായിരിക്കാം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു കറ്റാർവാഴയുടെ ബെനിഫിറ്റ് ഒത്തിരിയാണ്. കറ്റാർവാഴനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ലോകത്ത് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തന്നെ വേണം പറയാൻ. അത്രയും സൂപ്പറായിട്ടുള്ള ഒരാളാണ് നമ്മുടെ കറ്റാർവാഴ. ഈ ഒരു കറ്റാർവാഴയ്ക്കകത്ത് നല്ലൊരു സൂപ്പർ കോമ്പിനേഷനാണ് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഇബിസ്കസാണ്, ചെമ്പരത്തിപ്പൂവാണ്. ചെമ്പരത്തിപ്പൂ നമ്മുടെ 5 ഇതളുള്ള ചെമ്പരത്തി ഇല്ല, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കാണിച്ച കറ്റാർവാഴയ്ക്ക് ഞാനൊരു 5 ചെമ്പരത്തിയുടെ പൂവ് എടുത്തിട്ടുണ്ട്. പൂവിൻ്റെ ആ ഒരു പച്ചില കാണുന്ന ആ ഒരു പച്ചഭാഗം കാണുന്ന ആ ഒരു ഇതും വേണ്ട. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഇപ്പോൾ ഈ കാണിക്കുന്നത് പോലത്തെ ആ ഒരു തണ്ടുമില്ലേ, അതും വേണ്ട കേട്ടോ. ആ ഇതൾ മാത്രം നമുക്ക് മതിയാകും. അത് ഈ ഒരു കറ്റാർവാഴയ്ക്ക് അകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചെറുപ്പ് ഉപയോഗിച്ചിട്ട് മാറ്റി വെച്ച ആ ഒരു കറ്റാർവാഴയുടെ അതിനകത്തേക്ക് അങ്ങ് ഈ ഒരു പെറ്റൽസ്, നമ്മുടെ ഹൈബിസ്കസിൻ്റെ ചെമ്പരത്തിപ്പൂടെ ആ ഒരു പെറ്റൽസ് നമുക്ക് അതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് അങ്ങ് മിക്സി ബൗളിനകത്തിട്ട് അങ്ങ് അടിച്ച് പേസ്റ്റാക്കി കൊണ്ടുവരികയാണ് കേട്ടോ.
നല്ല രീതിക്ക് അടിച്ച് പേസ്റ്റ് ആക്കുക. ഇനി നമുക്കിത് ഫിൽറ്റർ ഉപയോഗിച്ചിട്ടൊന്ന് അരിച്ച് മാറ്റണം. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് നിങ്ങൾക്കിത് അരിപ്പ് ഉപയോഗിച്ച് അരിച്ച് മാറ്റാതെ 2 മണിക്കൂർ നേരത്തേക്ക് അങ്ങ് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് അങ്ങ് അരിച്ച് മാറ്റിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ആ രീതിക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ അങ്ങ് ഫിൽറ്റർ ചെയ്തിട്ട് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ മെത്തേഡായിരിക്കും കുറച്ചുകൂടി നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. കാരണം നമ്മളിത് 2 മണിക്കൂർ അങ്ങ് സെറ്റാവാനായിട്ട് വെച്ചതിന് ശേഷമാണ് നമ്മളിത് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തി നല്ല രീതിക്ക് സ്കിന്നിൽ ലൈറ്റൻ ചെയ്യാനായിട്ടും പാടുകളുണ്ടെങ്കിൽ അതെല്ലാം ഫെയ്ഡാക്കി കൊണ്ടുവരാനായിട്ടൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ അത് മാത്രമല്ല നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് ഗ്ലോ ആവാനും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കുറയ്ക്കാനായിട്ടും നമുക്ക് ഈ ഒരു ചെമ്പരത്തി ഹെൽപ്ഫുള്ളാണ് കേട്ടോ. മാത്രമല്ല നമ്മൾ ഈ ഒരു ചെമ്പരത്തിൻ്റെ കൂടുതലകത്തേക്ക് നമ്മൾ ആലുവേര കൂടി ചേർത്തിട്ടുണ്ട്, നമ്മുടെ കറ്റാർ വാഴ കൂടി ചേർത്തിട്ടുണ്ട്. കറ്റാർ വാഴ അറിയാമോ, നന്നായിട്ട് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഇതുപോലത്തെ ഒരു കാര്യം വേറെ ഇല്ലയെന്ന് തന്നെ വേണം പറയാൻ. അത്രയും സൂപ്പറായിട്ടുള്ള ഒരാളാണ് നമ്മുടെ കറ്റാർ വാഴ. കറ്റാർ വാഴ ചേരുന്ന വ്യക്തികൾ മാത്രം ഉപയോഗിക്കാനായിട്ട് നോക്കുക. അല്ലാത്തവർ ഉപയോഗിക്കുമ്പോൾ അവർക്കത് അലർജി ഉണ്ടാക്കും, തീർച്ചയായിട്ടും അലർജി ഉണ്ടാക്കും. അപ്പോൾ അത് സൂട്ടാവുന്നവർ മാത്രം ഉപയോഗിക്കട്ടെ. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഈ 2 കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിനകത്തേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ആലുവേര എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കും. ഇപ്പോൾ ഒരു ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഉണക്കമുന്തിരി എടുക്കാമെന്ന് വെച്ചോ. ഉണക്കമുന്തിരി ആദ്യം കാണാൻ അങ്ങ് ചുക്കി ചുളുങ്ങിയിരിക്കും. നമ്മളതങ്ങ് വെള്ളത്തിൽ അല്പം നേരം അങ്ങ് കുതിർക്കാനായിട്ട് സമയം കൊടുക്കുകയാണെങ്കിൽ ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കുടിച്ച് അതങ്ങ് നല്ലൊരു എന്താ പറയുക, നല്ല പ്ലഫി ആയിട്ട് ഇങ്ങനെ നല്ല ഭംഗിയിലിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് നമ്മുടെ സ്കിന്നിലും ഈ ഒരു ആലുവേര ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഡ്രൈ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഈർപ്പം ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഈ ഒരു ആലുവേര നമ്മുടെ സ്കിന്നിന് കൊടുക്കുകയാണെങ്കിലും ആ മുന്തിരിക്ക് ഉണ്ടായിട്ടുള്ള അതേ മാറ്റം തന്നെയാണ് നമ്മുടെ സ്കിന്നിലും സംഭവിക്കുന്നത്. നമ്മുടെ സ്കിന്ന് നല്ല പ്ലഫി ആയിട്ട് പ്ലമ്മി ആയിട്ടൊക്കെ നല്ല രീതിക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ടും ഈ ഒരു ആലുവേര ഹെൽപ്ഫുള്ളായിരിക്കും. ആലുവേര മാത്രമല്ല, ആലുവേരയും നമ്മുടെ ഇബിസ്കസും നമ്മുടെ ചെമ്പരത്തിപ്പൂവും. ഓക്കെ, അപ്പോൾ ഈ 2 കോമ്പിനേഷൻ കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു ടോണിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ലിക്വിഡ് ജെൽ നിങ്ങൾ ഉപയോഗിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇന്ന ടൈം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഡെയിലി നമുക്ക് 2-3 നേരം വെച്ച് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ, ഈ ഒരു ലിക്വിഡ് ജെല്ല്. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഈ ഒരു ലിക്വിഡ് ജെല്ല് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഏകദേശം ഒരു 10 അല്ലെങ്കിൽ 15 ദിവസം വരെ നമുക്കിത് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.